അതായത് ഇന്ന് രാവിലെ ഒരു മണി 1:15 ഞാൻ കിടന്നുറങ്ങണമായിരുന്നു. അപ്പോൾ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ലൈറ്റിട്ട് എന്താണെന്ന് നോക്കാൻ നേരത്ത് ഫാനിൻ്റെ അഞ്ഞ് വല്ലതും ആണോ ഷോർട്ടേജ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഫാനിൻ്റെ അല്ല. അപ്പോൾ ഞാൻ ഡോറ് തുറന്ന് എന്നാൽ പുറത്തേക്ക് പോയി പുറത്ത് വല്ലയിടത്തും വല്ല തീ വല്ലതും പിടിച്ചതിൻ്റെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ തിങ്ങുമ്പോൾ എൻ്റെ ജനലിൽ കൂടി ഒരാൾ തീയെടുത്ത് ഇടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി ഇവനെ പിടിക്കാൻ ചിലപ്പോൾ ഇവൻ സൈഡിൽ കൂടി വന്ന് നേരെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടണം. അങ്ങനെ ഞാൻ അവനെ പിടിക്കാൻ ഈ റൂമിൽ തീ അടയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തീ അങ്ങോട്ട് വലുതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് അമ്മയെന്ന് പറഞ്ഞാൽ അമ്മനെ വിളിച്ചു. അമ്മ ഓടി വന്നു, പിന്നെ ഭാര്യ വന്ന്, മോള് വന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും പുറത്തേക്ക് ഞങ്ങൾ വേഗം തന്നെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ അയൽവാസികളെല്ലാവരും കൂടി വന്ന് വെള്ളം എടുത്ത് ഒഴിക്കാൻ തന്നെ. പിന്നെ ഫയർ എഞ്ചിൻ വന്ന് ഫയർ ചെയ്ത് കിടത്തി. വീടെല്ലാം കംപ്ലീറ്റ് കത്തിപ്പോയി. എൻ്റെ ഡോക്യുമെൻറ്റുകൾ കംപ്ലീറ്റ് പോയി. എൻ്റെ രണ്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, 2 പ്രിൻ്റർ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പ്രോപ്പർട്ടികളുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, മക്കളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു, അപ്പൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പോയി. അപ്പോൾ ഇതൊരാൾ മനഃപൂർവ്വം നമ്മളെ കൊല്ലാൻ ശ്രമിച്ച രീതിയിലാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് 23-ാം തീയതി എനിക്ക് ഇതുപോലെ തന്നെ നായരമ്പലത്ത് പ്രഷറുടെ മുമ്പിൽ വെച്ച് രാത്രി 10:15 ഇതുപോലെ എന്നെ വന്ന് ഒരു ബൈക്കിൽ വന്ന വ്യക്തികൾ ബൈക്ക് നിർത്താൻ ആവശ്യപ്പെടുകയും കീ ഊരിടുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് കാണിക്കുന്നത്, ഇപ്പോൾ ഒരു ഇരുമ്പോടി എടുത്ത് എന്നെ അടിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ബൈക്കിൽ തെറിച്ച് വീണു. ഞാൻ അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിൻ്റ് ആയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ഇൻറ്റിമേഷൻ വിടാൻ നേരത്തെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതിൻ്റെ തുടർച്ചയാണെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ആരാണ് എന്താണ് നമ്മൾക്കുള്ള വൈരം. കാരണം ഇത് പ്രത്യേകിച്ച് ശത്രുക്കളോ ആരും തന്നെ ഇല്ല. പക്ഷെ എന്താണ് ഇതെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം. അത്രയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ പേര് ജോൺസൺ. എൻ്റെ പേര് ജോൺസൺ, ചൂതമ്പറമ്പിൽ, ലോനപ്പൻ നായർ. ഓട്ടോ എടുക്കണം? ഇല്ല, എനിക്ക് എൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്, ഉജാലയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്.